യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മയിൽ ക്രൈസ്തവ ലോകം പീഡാനുഭവ വാരത്തിലേക്ക്. ഓശാന ഞായർ ആചരണത്തോടെ വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. വിവിധ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും നടന്നു. വിശുദ്ധ വാരാചരണത്തിന് പ്രാർത്ഥനാ നിർഭരമായ തുടക്കം. യേശുവിനെ ജനം രാജകീയ പദവികളോടെ ഒലീവ് ഇലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ ഓർമ്മയിലായിരുന്നു തിരുകർമ്മങ്ങൾ. എറണാകുളം ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ ദേവാലയത്തിൽ നടന്ന ഓശാന ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ബസേലിയോസ് മാർ ക്ലീമീസ് ബാവയും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഹൃദയങ്ങളിൽ രൂപാന്തരം സംഭവിക്കുന്നതാകട്ടെ വിശുദ്ധവാരമെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. ഈ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരെയും മുന്നിൽ ദൈവം കാണിച്ചു തരുന്ന പാത ഏതാണ്? ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന വഴി ഏതാണ്? ഇതിനുള്ള ഉത്തരമാണ് ഈ വിശുദ്ധ വാരത്തിലെ എല്ലാ ആഘോഷങ്ങളും തിരുക്കർമ്മങ്ങളും തിരുവചനങ്ങളും. ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കോട്ടയം മണർകാട് സെന്റ് മേരീസ് പള്ളിയിൽ യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവയാണ് ചടങ്ങുകൾ നയിച്ചത്. Evangelion gadishur moranishum sheho sparsomahyunisom elogosrono. കോട്ടയം പുളിക്കൽ കവല സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നേതൃത്വം വഹിച്ചു. വിവിധ ദേവാലയങ്ങളിൽ ഓശാന ശുശ്രൂഷകളുടെ ഭാഗമായി കുരുത്തോല വിതരണവും പ്രത്യേക തിരുക്കർമ്മങ്ങളും നടന്നു. വിശ്വാസി സമൂഹം നഗരവീഥികളിലും ദേവാലയങ്ങളിലും കുരുത്തോല പ്രദക്ഷിണം നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.